ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. നമസ്കാരം. ശങ്കരാചാര്യരുടെ പ്രസിദ്ധമായ കൃതിയാണ്. ഒരിക്കൽ ആചാര്യ ശങ്കരൻ ദേശാടനം ചെയ്യുന്ന വേളയിൽ ഒരു സ്ഥലത്ത് ഒരു കുട്ടി ഇരുന്ന് വ്യാകരണശാസ്ത്രം ഉരുവിട്ട് പഠിക്കുന്നതായി കണ്ടു. വ്യാകരണശാസ്ത്രം പഠിക്കുന്നത് നല്ലതാണ്, അഥവാ എല്ലാ സമയത്തും വ്യാകരണശാസ്ത്രം മാത്രം ഉരുവിട്ടുകൊണ്ടിരുന്നാൽ മോക്ഷപ്രാപ്തിക്ക് അത് നിദാനമാകില്ല. അതുകൊണ്ട് ഹേ മൂഢ, നീ ഗോവിന്ദനെ ഭജിക്കൂ എന്നാണ് ആചാര്യ ശങ്കരൻ ആ വിദ്യാർത്ഥിയോട് ഉപദേശിച്ചത്. പിന്നീട് ആചാര്യ ശങ്കരന്റെ മാർഗത്തിൽ ആ വിദ്യാർത്ഥി വന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അത് ഇവിടെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട്. കാരണം നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ഭജഗോവിന്ദത്തിന്റെ ഒരു പാതയിലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഭജഗോവിന്ദം പിണറായി വിജയൻ ചൊല്ലുന്നുണ്ടോ എന്ന് അറിയില്ല. എന്നാൽ ഭജഗോവിന്ദം എല്ലാം പാടുന്ന നന്ദഗോവിന്ദം ഭജൻസിനെ മുറുകെ പിടിച്ചിരിക്കുന്നു പിണറായി വിജയൻ. പച്ചയ്ക്ക് പറഞ്ഞാൽ നന്ദഗോവിന്ദം ഭജന സംഘത്തെ പിണറായി വിജയൻ അടപടലം പിടിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പറയുന്നത് ശബരിമലയിൽ പമ്പാ മണപ്പുറത്ത് ആഗോള അയ്യപ്പ സംഗമം നടത്തിയ ഒരു പരിപാടിയെ കുറിച്ച് തന്നെയാണ്. ശബരിമല അയ്യപ്പന്റെ പ്രസക്തിയും പ്രശസ്തിയും ആഗോള വ്യാപകമായി എത്തിക്കുന്നതിന് വേണ്ടി പമ്പാ മണപ്പുറത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടതുപക്ഷ സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്ന് ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ ഒരു പരിപാടി നടത്തുകയുണ്ടായി. ശരിക്കു പറഞ്ഞാൽ ഈ പരിപാടി നടത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബത്തിന്റെ പാപഭാരങ്ങൾ ഒഴിയുന്നതിന് വേണ്ടി വിശ്വസ്തനായ ഏതോ ജ്യോത്സ്യൻ ഉപദേശിച്ചതിന് പ്രകാരം തന്നെയാണ് പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് എന്നാണ് CPM-ന്റെ തന്നെ പിന്നാമ്പുറ കഥകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. MP ഗോവിന്ദനാണ് ഇതിനുവേണ്ടി പയ്യന്നൂരിൽ ഒരു ജ്യോത്സ്യരെ സന്ദർശിച്ചത് എന്നും പറയപ്പെടുന്നു. അതിന്റെ നിജസ്ഥിതി ഇനിയും ബോധ്യപ്പെട്ടിട്ടില്ല. എന്നാൽ അങ്ങനെ ഒരു ശ്രുതിയുണ്ട്. ശബരിമല സന്നിധാനത്തിൽ ശബരിമലയുടെ ആചാര അനുഷ്ഠാനങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് യൗവനയുക്തികളായ സ്ത്രീകളെ സുപ്രീം കോടതിയുടെ വിധിയുടെ മറവിൽ പോലീസിന്റെ യൂണിഫോം ഇടിവിച്ചുകൊണ്ട് പച്ചപ്പാതിരയ്ക്ക്, അതായത് നട തുറന്നിരിക്കുന്ന നിർമാല്യത്തിന് വേണ്ടി നട തുറക്കുന്ന സമയത്ത് തന്നെ പിണറായി വിജയന്റെ പോലീസുകാർ ആ സ്ത്രീകളെ കൊണ്ടുപോയി തൊഴുവിച്ചു, ആചാര ലംഘനം നടത്തിച്ചു. ഇതിന്റെ പാപ പരിഹാരാർത്ഥം തന്നെയാണ് കുടുംബത്തിനും പിണറായി വിജയനും 7 തലമുറയ്ക്ക് ഈ പാപഭാരം അനുഭവിക്കേണ്ടതായി വരും. ഏതോ ജ്യോത്സ്യൻ ഉപദേശിച്ചു കൊടുത്തു. അതിന്റെ പാപ പരിഹാരാർത്ഥം ശബരിമലയിൽ ആഗോള വ്യാപകമായി ആളുകളെ ക്ഷണിച്ചു വരുത്തുകയും ഈ പാപം വീതിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയിൽ ഇവരെ സംബന്ധിപ്പിക്കുകയും അവർക്ക് മൃഷ്ടാന്ന ഭോജനം നൽകുകയും ചെയ്താൽ ഒരു പരിധിവരെ ഈ പാപം വീതിക്കപ്പെട്ടും എന്ന് തന്നെയാണ് ജ്യോത്സ്യർ ഉപദേശിച്ചതത്രേ. അങ്ങനെ ജ്യോത്സ്യന്റെ ഉപദേശപ്രകാരം തന്റെ കുടുംബത്തിന്റെ പാപഭാരം ഒഴിയുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നടത്തുന്ന പരിപാടി എന്ന പ്രഹസന ശബരിമലയിൽ പമ്പാ മണപ്പുറത്ത് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. അതും നന്ദഗോവിന്ദം ഭജൻസുമായി എന്താണ് ബന്ധം എന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ചോദിക്കും. ബഹുമാനപ്പെട്ട പ്രേക്ഷകരുടെ ക്ഷമയെ പരീക്ഷിക്കുന്നില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി നന്ദഗോവിന്ദം ഭജൻസിനെ തന്നെ പിടിച്ചിരിക്കുന്നതിന്റെ കാരണം 2 ദിവസമായി പമ്പാ മണപ്പുറത്ത് കഴിഞ്ഞ സെപ്റ്റംബർ 20-ാം തീയതിയോടുകൂടി നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി ചിലവഴിച്ച തുക നമ്മൾ അറിഞ്ഞത് 8 കോടി രൂപ എന്നാണ്. എന്നാൽ ഏതാണ്ട് 12 കോടി രൂപയിലധികം പൊടിച്ച മാമാങ്കമാണ്, ധൂർത്തിന്റെ മാമാങ്കമാണ് ശബരിമലയിൽ നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് വെറുതെ പറയുന്നതല്ല. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ഇതിലാണ് ഇന്ന ഇനങ്ങൾക്കായി ഇത്ര രൂപ ചിലവഴിച്ചിരിക്കുന്നു എന്നുള്ള വിശദമായ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത്. ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ നിങ്ങൾ മുഖ്യമന്ത്രി കസേരയിൽ നിന്നും രാജിവെച്ച് ഇറങ്ങിപ്പോകണം. മുഖ്യമന്ത്രിയുടെ വിശ്വസ്ത സജീവൻ എന്നറിയപ്പെടുന്ന ദേവസ്വം വകുപ്പ് മന്ത്രി വാസവനും ഒരു നിമിഷം പോലും കളയാതെ ജനങ്ങളെ പറ്റിച്ച് നിയമസഭയിൽ തെറ്റിദ്ധാരണാജനകമായ കണക്ക് അവതരിപ്പിച്ച് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ചിലവിനെ കുറിച്ച് പ്രതിപക്ഷം ചോദിച്ചപ്പോൾ അതിൽ നിന്ന് തടിയൂരിയ വാസവനും ഉളുപ്പുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണം. ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം പമ്പാ മണപ്പുറത്ത് നടത്തിയത് 2 ദിവസമായിരുന്നു. കൂടി വന്നാൽ ഒരുക്കങ്ങൾ ഉൾപ്പെടെ 3 ദിവസം എന്ന് കൂട്ടിക്കോളൂ. ഇതിന് 10-12 കോടി രൂപ ചിലവഴിച്ചു എന്ന് പറയുമ്പോൾ ഈ പണത്തിന് 5 പൈസ പോലും സ്പോൺസർഷിപ്പായി കിട്ടിയില്ല എന്നുള്ളതാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സർപ്ലസ് ഫണ്ടിൽ നിന്നും 3.5 കോടി രൂപയാണ് അടിച്ചു മാറ്റിയത്. അതിനുശേഷം പിന്നീട് എവിടെ നിന്നൊക്കെ പണം കണ്ടെത്തി 6 കോടി രൂപ ഇതിനു
നിലവിൽ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി 4,35,00,000 രൂപ കൂടി ഈ പരിപാടി നടത്തിയ ഈവന്റ് മാനേജ്മെന്റ് സംഘത്തിന്, അതായത് ഒരു ടെൻഡറുമില്ലാതെ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊടുത്ത ഈവന്റ് മാനേജ്മെന്റ് സംഘത്തിന് ഇപ്പോൾ 4,35,00,000 രൂപ കൂടി കൊടുക്കാനുണ്ട് എന്നുള്ള കണക്കാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരുടെ ഭക്ഷണ ചെലവ്, മുഖ്യമന്ത്രിയുടെ താമസ ചെലവ്, ടാക്സി കൂലി, സ്റ്റേജിന് പുറകുവശത്ത് ചായ ഒരുക്കിയത്, അന്ന് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് സദ്യ കൊടുത്തത് എന്നിങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള കൃത്യമായ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നു. ഇതിന് ഓരോന്നിനും എഴുതി ചേർത്തിരിക്കുന്ന കണക്ക് കാണുമ്പോൾ ഞെട്ടിക്കുന്നതാണ്. ആഗോള അയ്യപ്പ സംഗമത്തോടനുബന്ധിച്ച് പമ്പാമണപ്പുറത്ത് നന്ദഗോവിന്ദത്തിന്റെ ഭജൻസ് ഉണ്ടായിരുന്നു. ഇതിന് 8 ലക്ഷം രൂപയാണ് കൊടുത്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്നാൽ ആഗോള അയ്യപ്പ സംഗമം പമ്പാമണപ്പുറത്ത് നടക്കുമ്പോൾ നന്ദഗോവിന്ദത്തിനെ അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല. നന്ദഗോവിന്ദം ഭജൻസിന്റെ പരിപാടി അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത, ഞെട്ടിക്കുന്ന വസ്തുത. അവിടെ അന്ന് ഇഷാൻ ദേവ് എന്ന് പറയുന്ന ഒരു ഗായകന്റെ പരിപാടി ഉണ്ടായിരുന്നു. കൂടാതെ അന്ന് വൈകുന്നേരം ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിന്റെ വൈകുന്നേരം വിജയ് യേശുദാസ്, വീരമണി ഉൾപ്പെടെയുള്ള ആളുകളുടെ അയ്യപ്പ ഭക്തിഗാനമേള ഉണ്ടായിരുന്നു. എന്നാൽ വിജയ് യേശുദാസിനും വീരമണിക്കും എല്ലാം കൊടുത്ത പണം അതിൽ കണക്കിൽ എഴുതി കാണിച്ചിട്ടില്ല. അതൊരു വേള സൗജന്യ പരിപാടി ആയിരിക്കാം. എന്നാൽ നന്ദഗോവിന്ദം ഭജൻസിന്റെ നടക്കാത്ത പരിപാടിക്ക് 8 ലക്ഷം രൂപയാണ് കണക്കിൽ എഴുതി ചേർത്തിരിക്കുന്നത്. രസകരമായ കണക്കുകൾ വേറെയുണ്ട്. മുഖ്യമന്ത്രി പമ്പാമണപ്പുറത്ത് നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തലേ ദിവസം തന്നെ പമ്പയിലെത്തിയിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി പമ്പ ഗസ്റ്റ് ഹൗസിലാണ് താമസിച്ചിരുന്നത്. ഗസ്റ്റ് ഹൗസിന്റെ ഫർണിച്ചർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാറ്റുന്നതിന് വേണ്ടി, മുഖ്യമന്ത്രിക്ക് താമസം ഒരുക്കുന്നതിന് വേണ്ടി ഒറ്റ രാത്രിക്ക് വേണ്ടി ഉപയോഗിച്ചത് 2 ലക്ഷം രൂപയാണ്. മുഖ്യമന്ത്രി കിടന്ന കട്ടിലും കിടക്കയും തലയിണയും അടക്കം 1 ലക്ഷം രൂപ. മുറിയിൽ ഉപയോഗിച്ച കോർണർ സെറ്റി, കസേര ഉൾപ്പെടെയുള്ളവയ്ക്കാണ് ബാക്കി 1 ലക്ഷം രൂപ കൂടി ചെലവഴിച്ചത്. അങ്ങനെ 2 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ഒറ്റ രാത്രിക്ക് മുടക്കി എന്നുള്ളതാണ് ആഗോള അയ്യപ്പ സംഗമത്തിലെ ആദ്യത്തെ ധൂർത്ത്. പിന്നീട് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാനെത്തിയ വിദേശ ഡെലിഗേറ്റ്സ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കുമരകത്തും മൂന്നാറിലുമാണ് താമസ സൗകര്യം ഒരുക്കിയിരുന്നത് എന്നാണ് പറയുന്നത്. അതായത് പമ്പയിൽ നിന്നും 200-240 കിലോമീറ്റർ അകലെയുള്ള മൂന്നാറിലും കുമരകത്തും ഇവർക്ക് വേണ്ടി റിസോർട്ട് ബുക്ക് ചെയ്തു. അവിടെയാണ് താമസ സൗകര്യം ഏർപ്പെടുത്തിയിരുന്നത് എന്ന് പറയുമ്പോൾ അത്തരം താമസ സൗകര്യം ഏർപ്പെടുത്തിയതിന് 37 ലക്ഷം രൂപയാണ് ചിലവായിരിക്കുന്നത്. ആരാണ് 37 ലക്ഷം രൂപയ്ക്ക് അവിടെ വന്ന് താമസിച്ചത് എന്നുള്ളത് കണ്ടെത്തേണ്ടത് തന്നെയാണ്. കള്ളക്കണക്ക് എഴുതുമ്പോൾ ഏത് വ്യക്തിയാണ് എന്നുള്ളത് കൂടി അതിൽ രേഖപ്പെടുത്തി കാണണമല്ലോ. ഇതുപോലെ മൂന്നാറിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്, അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പ്രശാന്തിന് വേണ്ടി ഒരു മുറി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 25,300 രൂപയാണ് മൂന്നാറിൽ ആ റിസോർട്ടിൽ ആ മുറിക്കായി എഴുതി ചേർത്തിരിക്കുന്ന തുക. കൂടാതെ മൂന്നാറിൽ നിന്നും ഈ പറഞ്ഞതുപോലെ കുമരകത്ത് നിന്നും പമ്പാമണപ്പുറത്തേക്ക് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ടാക്സി ഓടിയ കണക്കിൽ 20 ലക്ഷം രൂപയാണ്. 10 ലക്ഷം രൂപ ടാക്സിക്ക് കൂലി തന്നെയായി, ഓടിയതിന് കൂലിയായി. ഡീസൽ അടിച്ചതിന് ഏതാണ്ട് 7 ലക്ഷത്തിൽ ചില്ലാനും രൂപ. ഡ്രൈവർമാരുടെ വാടക ഇനത്തിൽ അങ്ങനെ നോക്കുമ്പോൾ 20 ലക്ഷം രൂപ. 20 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ സാമാന്യേന ഒരു നല്ല ഇനം കാറ് മേടിക്കുന്ന തുകയായിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. പത്തനംതിട്ടയിലോ പമ്പയിൽ മറ്റെവിടെയെങ്കിലും ഇവർക്ക് താമസ സൗകര്യം ഒരുക്കിയിരുന്നെങ്കിൽ ഇത്രയും പണം ധൂർത്തടിക്കാൻ സാധിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മൂന്നാറിലും കുമരകത്തുമായി ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാനെത്തിയ ആളുകൾക്ക് താമസ സൗകര്യം ഒരുക്കിയത് പണം അടിച്ചു മാറ്റുന്നതിന് വേണ്ടി തന്നെയാണ്. ഇനിയും 4,35,00,000 രൂപ കൊടുക്കാനുണ്ട്. 6 കോടി രൂപ കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ 10,35,00,000 രൂപ ഇപ്പൊ നേരിട്ട് ഉള്ള കണക്കായി. പിന്നീട് ഈ സ്റ്റേജിൽ വിശിഷ്ടാതിഥികളായി എത്തിയ ആളുകൾക്ക് സ്റ്റേജിന് പുറകുവശത്ത് സ്നാക്സും ചായയും എല്ലാം ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഈ സംഗമം നടക്കുന്ന സമയത്ത്. അതിന് 30,000 രൂപയാണ് ചിലവായിരിക്കുന്നത്. ഒരു കാലിച്ചായ കുടിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റ് കഴിക്കുന്നതിനോ വേണ്ടി ഒരുക്കിയ സൗകര്യത്തിന് വേണ്ടി 30,000 രൂപയാണ് ചെലവ് എഴുതിയിരിക്കുന്നത്. കൂടാതെ സദ്യക്ക് വൻ തുക തന്നെ എഴുതിയിരിക്കുന്നു. ഇത്തരത്തിൽ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞുകൊണ്ട് ആഗോള ക്രമക്കേടിന്റെ, ആഗോള അഴിമതിയുടെ, യമണ്ടൻ ധൂർത്തിന്റെ ഒരു സംഗമമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സാരഥികളും കൂടി ശബരിമലയിൽ നടത്തിയിരിക്കുന്നത്, തുക എഴുതി എടുത്തിരിക്കുന്നത്. ഇത് ധൂർത്തല്ലാതെ, തട്ടിപ്പല്ലാതെ, അയ്യപ്പ ഭക്തന്മാരെ പറ്റിച്ച് അത് കോടികൾ അടിച്ചു മാറ്റുന്ന പരിപാടിയല്ലാതെ എന്താണ് ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് ഇവർ വിഭാവനം ചെയ്തത് എന്നുള്ളത് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു.
ശബരിമലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സർക്കാർ ഭരിക്കുന്ന സമയത്താണ് സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നത്. ശബരിമലയിൽ ശാസ്താവിന്റെ തിരുവാഭരണങ്ങൾ ഉൾപ്പെടെയുള്ള വസ്തുവകകൾ, അതായത് ശബരിമല ശ്രീകോവിലുമായി ബന്ധപ്പെട്ട എല്ലാ നിർമ്മിതികളും ശാസ്താവിന്റെ തിരുവാഭരണം എന്ന വ്യാഖ്യാനത്തിലാണ് ഉൾപ്പെടുന്നത് എന്ന് പറയുമ്പോൾ അവിടെ നിന്നും ദ്വാരപാലക ശില്പങ്ങൾ അടക്കമുള്ള സ്വർണ്ണ നിർമ്മിതികൾ അടിച്ചുകൊണ്ടുപോയിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുമ്പോഴാണ് ഇത് നടന്നിരിക്കുന്നത്. അങ്ങനെ ഗംഭീരമായ വൻ ക്രമക്കേട്, അന്താരാഷ്ട്ര വിഗ്രഹമോഷ്ടാക്കളെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലെന്ന് കോടതി വരെ നിരീക്ഷിച്ച വലിയ സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്ന അവസരത്തിലാണ് മറ്റൊരു ധൂർത്തിന്റെ മാമാങ്കം നടത്തി ഏതാണ്ട് 12 കോടി രൂപ കട്ടുമുടിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇതിന്റെ പേരിൽ നടപടിയെടുക്കും. ഹൈക്കോടതി അക്ഷരാർത്ഥത്തിൽ വെല്ലുവിളിച്ച് ധിക്കരിച്ച് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഇത്തരം ഒരു പരിപാടി നടത്തിയിരിക്കുന്നത്. ഹൈക്കോടതിയുടെ വാക്കുകൾ കാറ്റിൽ പറത്തിയിരിക്കുന്നു. അത് ഒരു ഭരണാധികാരി എന്ന രീതിയിൽ സത്യപ്രതിജ്ഞാ ലംഘനം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. നിയമവാഴ്ചയ്ക്ക്, സുസ്ഥിരമായ നിയമവാഴ്ചയ്ക്ക് വേണ്ടി നിലകൊള്ളും എന്ന് പറയുന്ന മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത്, സത്യപ്രതിജ്ഞ ചെയ്ത് മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നിയമവാഴ്ച തെറ്റിച്ചിരിക്കുന്നു. കോടതിയുടെ വാക്ക് തന്നെ തെറ്റിച്ചിരിക്കുന്നു. ഇത് ക്രിമിനൽ ഒഫൻസായി ആണ് നിയമപാലകർ അല്ലെങ്കിൽ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. മുഖ്യമന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യുവാൻ വേണ്ടി സാധിക്കും എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ, നടക്കാത്ത പരിപാടികളുടെ പേരിൽ പോലും കാശ് അടിച്ചു മാറ്റിയിരിക്കുന്നു. നന്ദഗോവിന്ദത്തിന്റെ നടക്കാത്ത ഭജൻസിന് വേണ്ടി 8 ലക്ഷം രൂപ അവർക്ക് കൊടുത്തു എന്ന് കള്ളക്കണക്കെഴുതുമ്പോൾ മുഖ്യമന്ത്രി, താങ്കൾക്ക് അല്പമെങ്കിലും ഉളുപ്പുണ്ടോ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്ന പ്രശാന്തൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ നയിക്കുന്നു എന്ന് പറയുന്ന ദേവസ്വം വകുപ്പ് മന്ത്രിയായ എൻ വാസവൻ, അങ്ങേക്കൊക്കെ അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇനിയെങ്കിലും കേരളത്തിൽ ജനങ്ങളെ പറ്റിക്കാതെ മന്ത്രിസ്ഥാനം രാജിവെച്ച് ഒഴിഞ്ഞു പോകുവാൻ തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കമുള്ള മാധ്യമങ്ങളിൽ വന്നുകൊണ്ട് നിങ്ങൾക്കെതിരെ ജനങ്ങൾ പൊങ്കാലയിട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഈ ധൂർത്തിന്റെ മാമാങ്കം ജനങ്ങൾ എത്ര നാൾ സഹിക്കണം എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ഞെട്ടിക്കുന്ന കഥകൾ പുറത്തു വരുന്നു. ഇനിയും കോടികളുടെ കണക്കുകൾ ഒരുപക്ഷെ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നേക്കാം എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതിനുവേണ്ടി നമുക്കും കാത്തിരിക്കാം, കണ്ടറിയാം.